അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മടവൂർ കാഫിലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മേക്കോത്ത് ഹുസൈൻ ഹാജിയടുത്താണ് ഞങ്ങളുള്ളത്. മടവൂർ കാഫിലയിൽ മുമ്പ് CM വലിയുള്ളാഹിയുമായിട്ടുള്ള അനുഭവം നമ്മളോടൊപ്പം പങ്കുവെച്ച് 3 പേര് ഒരുമിച്ചിരുന്ന് സംസാരിച്ച കൂട്ടത്തിൽ ഹുസൈൻ ഹാജി സംസാരിച്ചിരുന്നു. അന്ന് പലരും എനിക്ക് സെപ്പറേറ്റ് ബന്ധപ്പെട്ടിട്ട് പ്രൈവറ്റായിട്ട് ബന്ധപ്പെട്ട് ഉസ്താദെ ഹുസൈൻ ഹാജിക്ക് ഒരുപാട് പറയാനുണ്ട്, അത് അങ്ങനെ നിങ്ങൾ 3 പേരെ ഇരുത്തി പറഞ്ഞതുകൊണ്ട് അത് വേണ്ടതുപോലെ അദ്ദേഹം പറഞ്ഞിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അന്ന് ഹുസൈൻ ഹാജിക്ക് ധൃതി ഉണ്ടായിരുന്നു, പെട്ടെന്ന് പോവുകയും ചെയ്തിരുന്നു. കുറച്ച് നേരം നമ്മളോട് സംസാരിച്ചിട്ട് പോയി. ഒരുപാട് കാലത്തെ ബന്ധമുണ്ട് മടവൂർ ഷെയ്ഖുനായുമായിട്ട്. CM വലിയുള്ളാഹിനെ ഹയാത്ത് കാലത്ത് പലതവണ കാണാനും ബന്ധപ്പെടാനൊക്കെ ഭാഗ്യം കിട്ടിയ ആളാണ്. ഇന്ന് അതിൻ്റെ വലിയ നിഅമത്ത് അവരിലും മക്കളിലൊക്കെ കാണാം. മക്കളും CM വലിയുള്ളാഹിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇന്ന് ഞങ്ങൾ മടവൂർ വന്ന് ഹുസൈൻ ഹാജിയെ വിളിച്ചപ്പോൾ വലിയ വിമിഷ്ടമുണ്ട്. അള്ളാഹു നല്ല ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. മടവൂർ ഷെയ്ഖുനാനെ കുറിച്ച് പറയാനാണ്, അവിടുത്തെ മൗലൂദ് പറയാനാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നിങ്ങളിങ്ങ് പോര് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ക്ഷണിച്ചു. അവരെ മകൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇൻഷാ അള്ളാഹ് നമുക്ക് ഹുസൈൻ ഹാജിയോട് തന്നെ CM വലിയുള്ളാഹിയുമായിട്ടുള്ള അനുഭവങ്ങൾ ഒന്ന് ഇൻഷാ അള്ളാഹ് വ്യക്തമായിട്ട് നമുക്ക് കേൾക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ CM വലിയുള്ളാഹിയുടെ അടുത്ത് ഒരുമിച്ച് കൂടാനും അവിടുന്ന് മുത്തുനബിയുടെ അടുത്തേക്ക് എത്താനും അള്ളാഹു നമുക്ക് വലിയ തൗഫീഖും തരട്ടെ. ഇൻഷാ അള്ളാഹ് അവിടുത്തെ മദദിലായി ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും. എന്തൊക്കെയാ വർത്താനം? നല്ല വർത്താനം. സുഖം? അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. എന്തായാലും ഹുസൈൻ ഹാജിനെ ഒന്നുകൂടെ കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷം. അന്ന് തിരക്ക് പൊടിച്ച് പോയില്ല അന്ന് വൈകുന്നേരം. ഹുസൈൻ ഹാജി CM വലിയുള്ളാഹിനെ കാണാൻ, ഷെയ്ഖുനായുമായി ബന്ധപ്പെടാൻ എങ്ങനെയാണ് അവസരം ഉണ്ടാകുന്നത്, ഭാഗ്യം ഉണ്ടാകുന്നത്? ആദ്യം അവിടെ ദർസിലായിരുന്നു. എവിടെ? ആ മക്കാമിൻ്റെ മടവൂർ പള്ളിയിൽ. അവിടെ ദർസ് തുടങ്ങി അങ്ങനെ പോരുമ്പോഴാണ് ഷർട്ടും മുണ്ടും നിസ്തിരിയിലൊന്നുമില്ല. അങ്ങനെ പഠിച്ച് പോന്നപ്പോൾ അവിടെ ഒരു മുജാഹിദിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. നിക്കാഹ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ ചെയ്യില്ല എന്നാണ്. ആളുടെ പേരൊന്നും വേണ്ട, ആളെ പേരൊന്നുമില്ല. അപ്പോൾ അവിടുന്ന് എല്ലാം കൂടി പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അയാൾക്ക് എന്ത് പ്രശ്നമോ, CMന് എന്ത് പ്രശ്നമോ, അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഒരൊറ്റപ്പെടല. പിന്നെ ഊട്ടി, ഉടല്ലൂരിൽ, മൈസൂരിൽ ഇങ്ങനെ പിടിച്ച എല്ലാ ഭാഗവും ഇങ്ങനെ നടക്കും. അന്ന് സ്ത്രീയൊന്നുമില്ല, ചെറിയൊരു താടിയൊക്കെ ആയിട്ട് നിന്ന്. അങ്ങനെ ആണ് ഞാൻ കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ തെക്കുന്തല എന്ന് പറഞ്ഞ് അവിടെ കോഴിക്കോട്, അവിടെ ഒരു മൂപ്പൻ്റെ വീട്ടിലായിരുന്നു താമസം. പിന്നെ അവിടെ ഒരാഴ്ച കൂടുമ്പോൾ ഞാൻ പോകും. ഇപ്പോൾ വലിയ ക്യൂ ആണ്. ആളെ നല്ലോണം അറിയില്ല രാവിലെ മുതൽ. അതിൻ്റെ മുകളിൽ കയറി നമ്മളെ കാര്യം എന്തോ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അതിന് മറുപടിയും പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സംസാരിക്കാൻ പറ്റില്ല, നമ്മൾ പോരേ ഉള്ളൂ. അങ്ങനെ കുറേ ബന്ധങ്ങൾ. പിന്നെ നമ്മളെ വീട്ടിൽ 2-3 പ്രാവശ്യം ഒന്ന് വരികയും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ബാപ്പയായിട്ട് അങ്ങനെ ആയിരുന്നു. അങ്ങനെയാണ് പിന്നെ ഇവിടെ ദർസ് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് തന്നെ വന്ന് ദർസ് തുടങ്ങി നമ്മളെ പള്ളിയിൽ. നമ്മളെ ജുമാഅത്ത്. അവളുടെ പേരെന്താ? പുത്തലത്തോറ പള്ളി. അന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് ചൊല്ലി തന്നു മൂപ്പര. ഞങ്ങൾ 5-10 കുട്ടികളേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ പോക്കും വരുമല്ലോ. പിന്നെ ലാസ്റ്റ് ഇവിടെ ഒരു വീട്ടിൽ പണിയൊന്നും തീരാതെ വീടാ. ആ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മോച്ചനും ബാപ്പയും പറഞ്ഞു, CM വരുന്നുണ്ടോ അല്ലേ, ഇന്ന സ്ഥലത്ത് ആനക്കണ്ടിയിൽ എന്ന് പറഞ്ഞ സ്ഥലം, ആ വീട്ടിൽ പോകണം, നിങ്ങൾ മൊലിയാരൊന്ന് കാണണമെന്നാണ്. കാണണമെന്ന് ഞാനും അവിടുത്തെ ഒരു മൊലിയാരും കൂടി ഞങ്ങൾ 2 ആളും പോയി. നിറയെ ആളാ.
ആട്ട് കയറാൻ പറ്റില്ല. ഞാൻ കണ്ടതിനോ ഇവിടെ ഇതുപോലൊരു സോഫ സെറ്റ് ഉണ്ട്, അതിമേലാടെ ഇരുത്തി. ഞാൻ എൻ്റെ കൂടുതൽ പോകുന്ന മൊലിയാർക്ക് ചൂരലുകൊണ്ടൊരു അടിയും കിട്ടി. അങ്ങനെ ഇന്നെ ഇരുത്തി ചായ എല്ലാവർക്കും കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ചായ വാങ്ങിച്ച് ഇൻ്റെ ചായ മുപ്പരും വാങ്ങി. വാങ്ങിയ ചായ മുപ്പര ആദ്യമായിട്ട് കുടിയുന്നുണ്ട്. അങ്ങനെ അത് തീർത്തും കുടിച്ച് ഞാൻ പറഞ്ഞ് എനിക്ക് ഈ വേദന ആയിട്ട് ഈ തലവേദന മാറുന്നില്ല, അതുപോലെ ഡോക്ടറെ കാണിക്കുക, ആഴ്ചയിൽ ഇങ്ങനെ മരുന്ന് കുടിക്കും, പല്ലൊക്കെ എടുത്ത് പല്ലെടുക്കണ്ടെന്ന് പറഞ്ഞു. മൂപ്പരെന്ത് ചെയ്ത് നല്ലോണം പിടിച്ച് മൊത്തി. ഇവൻ മുത്തിയോ? മൊത്തിയോന്നോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പല സംഭവമുണ്ട്. ജമ്മൻ്റെ കണ്ണ് ഇതുപോലെ വന്നു ഇങ്ങനത്തെ ഈ ബാലിൻ്റെ ഇരിയത്ത് നിന്ന് ജമ്മൻ്റെ കണ്ണിൽ മരുന്നിട്ടിക്കുക, കാഴ്ചല്ല. അപ്പോൾ ഉമ്മ ഇങ്ങനെ വന്ന് നിന്ന് പറഞ്ഞ് എനിക്ക് കണ്ണിന് വേദന ഉണ്ട്, കാഴ്ചല്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഈ കയ്യിൻ്റെ വിരൽ ഇങ്ങനെ വെക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അത് സുഖമായി എന്ന് പറഞ്ഞു. നല്ല മലയാളം പറയുക, സുഖമായി എന്ന് പറഞ്ഞ്. അങ്ങനെ പിറ്റേത്തെ കൊല്ലം മറ്റേ കണ്ണിന് തുടങ്ങി. മെഡിക്കൽ കോളേജിൽ പോയി, അവിടെ കാണിച്ച്. അപ്പോൾ ഉമ്മൻ്റെ വീടിൻ്റെ അടുത്ത് ഇവിടെ ഉള്ളൊരു ഡോക്ടർ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അയാൾക്ക് രാവിലെ ഒക്കെ പോകുമ്പോൾ ഇവിടെ ചായ ഒക്കെ കൊടുക്കുന്നത് ഉമ്മായിരുന്നു. ആ സ്നേഹം കൊണ്ട് ഈ ബെഡ് കിടത്തൽ ഓപ്പറേഷൻ ചെയ്തിട്ടായി കിടത്തു. അതിൻ്റെ ഇറക്കിലാണ് കിടത്തൽ. ഇതിന് വേറെ ഉമ്മക്ക് തന്നെ ഒരു ബെഡ് വേറെ ശരിയായി കൊടുത്ത് ആ ബെഡിൽ തന്നെ കിടത്തി. കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് 3-ാം ദിവസം ഈ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോകും, കണ്ണട വെക്കാൻ. അങ്ങനെ ഞാനും ഉമ്മയും കൂടി പോയി. അവർ റൂമിലാണ്. അങ്ങനെ കസാലിൻ്റെ മുകളിൽ ഇരുത്തി ഈ കണ്ണ് അവിടെ നിന്ന് ഓപ്പറേഷൻ ചെയ്തെന്ന് ചോദിക്കുക. CM വലിയുള്ള എല്ലാ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാരാണ് വയ്ക്കുന്നത് കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ അവർ മരുന്ന് വെച്ചിട്ടായിരുന്നു. മരുന്ന് വല്ലാതെ മരുന്നാട്ടോ. അത് ഈ സൈഡിലുള്ള പോയില്ല, പിന്നെ സെൻട്രൽ കംപ്ലീറ്റ് ക്ലീനാണെന്നാണ്. ഇത് കണ്ണട വെച്ചാൽ കാണുമെന്ന് ഞങ്ങൾ സംശയമാണെന്നാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, നമുക്ക് ആ മരുന്ന് വേറെ ഉണ്ട്, നമുക്ക് എത്തിക്കാന്ന് പറഞ്ഞു. ഞാനും ഉമ്മയും മുഖത്തേക്ക് നോക്കി അത്ഭുതപ്പെട്ട്. ആടുന്ന് ഞങ്ങൾ ഇവിടെ വന്നതിൻ്റെ ശേഷം പിറ്റേന്ന് രാവിലെ ഞാൻ വിളിയുള്ളതിൻ്റെ അടുത്ത് ചെന്ന് കണ്ണിന് കണ്ണട വെച്ചിട്ട് കാണുന്നില്ല, കണ്ണട വെച്ചാൽ കാണുമെന്ന് പറഞ്ഞു. പിന്നെ ആ കണ്ണട അമ്മ മരിക്കുള്ളൂ. അതിനെക്കൊണ്ട് അതിന് ഓതലും നല്ല ക്ലിയറും അതിനും. വന്നു